ഇഷ്ടം. വെൽക്കം ബാക്ക് ടു അവർ ഷോ നിമിഷ ബിജോ. ഹായ്. അപ്പൊ തുടങ്ങാല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നിമിഷ ബിജോയുടെ അടുത്ത വലിയ ആഗ്രഹം എന്താണ്? അടുത്ത വലിയ ആഗ്രഹം എനിക്ക് ബിഗ് ബോസിൽ കയറണം എന്നൊരാഗ്രഹമുണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കുറച്ചുകൂടെ അന്തസ്സായിട്ട് സംസാരിച്ചൂടെ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നെന്ന് പറയുന്നുണ്ട്. നീ ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം. പേരുദോഷം കൂട്ടാനായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്ന എന്താണോ ചെയ്യാ? എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എന്റെ ഫാമിലിക്ക് അറിയാം. നീ പേടിക്കാതെ, എന്തിനും ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. സൂര്യ താഴെയുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും. മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറെ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടില്ല. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പിന്നെ നീ എന്ത് ഉണ്ടാക്കിയെന്നാ ഈ പറയണത്? ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും ഞാൻ. ഒരു എവിടെ നശിപ്പിച്ചു? സമാധാനമായല്ലോ, അനുഭവിച്ചു. ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ.